കണ്ട അമ്മാവ പറയണ്ട പറയണ്ടെന്ന് കരുതിയാലും ലേ ചേച്ചി പറയിച്ചേ അടങ്ങും. വാതിലൊക്കെ തുറന്നിട്ടിട്ട് അകത്ത് കയറിയിരിക്കുന്നേ കള്ളന്മാരുടെ കാലവാ. ലേ ചേച്ചി, ലേ ചേച്ചി, ലേ ചേച്ചി. പാവം കുട്ടിയാ, കുട്ടി അധികം ശാസിക്കണ്ട, സ്നേഹപൂർവ്വം ഉപദേശിച്ചാ മതി. ഇല്ലെങ്കിൽ ഞാൻ ഉപദേശിക്കാം. ലേ ചേച്ചി, ലേ ചേച്ചി. മോളെ പാവം കുട്ടിയെ ശാസിക്കണ്ട, ഒരു താക്കീത് അത് മതി. കുട്ടി കുട്ടി സതിക്കുഞ്ഞ് ചൂടായ പ്രശ്നമില്ലെന്നോ? വീട്ടില് ശുദ്രം ചെയ്യുമെന്നോ? ശുദ്രം ചെയ്യരുത് ശൗന്തള കുഞ്ഞെ, പാല് തന്ന കയ്യിൽ കൊത്തരുത്. ഞാൻ സതിക്കുഞ്ഞിനോട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? പക്ഷേ ലതാകുമാരിക്ക് ഒന്ന് ഒളിച്ചു വെക്കാൻ അറിഞ്ഞു. കുട്ടി ഞാൻ ഉറങ്ങിപ്പോയാ? അയ്യോ അതിന് സാരമില്ല ചേച്ചി. അതെ ചേച്ചി ഇപ്പൊ പറഞ്ഞ സത്യ. നാരായണ ഭഗവാനെ, പകല് ഞാൻ ആരോടെയൊക്കെ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു കാണും. ഞാനും ലീലാവതി കുഞ്ഞും പറഞ്ഞ സംഭാഷണങ്ങളാണ് എനിക്ക് ഇപ്പൊ പറഞ്ഞത്. ശുദ്രം ചെയ്യുന്ന കാര്യമാ കുട്ടി ഇപ്പൊ പറഞ്ഞത്. അയ്യോ ശൗന്തള കുഞ്ഞു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞത്. അയ്യോ കുട്ടി പകലിരുന്ന് ഉറങ്ങരുത്. ഇങ്ങർക്ക് ഇത് എന്താ കുരു? പോ അവിടുന്ന്. വേണ്ട ഒന്നും പറയണ്ട. സമ്മേളനം കഴിഞ്ഞ് ഓടിക്കേ വന്നാലുടൻ ഉടനെ ഇറങ്ങിക്കോണം. അല്ല സവിച്ചേച്ചി, ആ ലത ചേച്ചി അവര് ചേച്ചി സത്യമാ പറഞ്ഞത്. നുണ പറയാൻ അവർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ ഞങ്ങളോട് നേരിട്ട് പറയുമായിരുന്നല്ലോ. ഇതിപ്പോ അങ്ങനല്ല, മനസ്സ് തുറന്ന് ഉറക്കത്തിലങ്ങ് പറഞ്ഞു പോയതാ. അല്ല സവിച്ചേച്ചി അവര് ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുക. ചേച്ചി ചേച്ചി, എന്റെ ഭഗവാനെ. ചേച്ചി, ലത ചേച്ചി. ശകുന്തള കുഞ്ഞ, എന്തു കുഞ്ഞേ? സ്വന്തം തന്നെ. ലത ചേച്ചി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. അത് ശരി, കുഞ്ഞെന്നെ കളിയാക്കുകയാണോ? എനിക്ക് മനസ്സിലായി ലത ചേച്ചി എന്നെ കളിയാക്കുന്നെന്ന്. നാരായണ ഭഗവാനെ, പാവം കിട്ടുന്ന വർത്താനൊന്നും പറയല്ലേ കുഞ്ഞെ. കുഞ്ഞാര്? ഈ ലതാകുമാരി ആര്? കുഞ്ഞ് ഹിമാലയം, ഈ ലതാകുമാരി അപ്പുറത്തെ മൂക്കുത്തിമല. എനിക്ക് ഒരുപാട് ജോലി അടക്കണം കുഞ്ഞെ, വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ നേരെ ജോലി. ഞാൻ മാപ്പ് ചോദിക്കുന്നു ചേച്ചി. ചേച്ചി പറഞ്ഞപ്പോ ഞാൻ കളി പോലെ അങ്ങ് കളഞ്ഞു. ബുദ്ധി ഉണ്ടെങ്കിൽ ആർക്കും ആരെയും എവിടുന്നും പുറത്താക്കാം. കുഞ്ഞിത് എന്തോന്നൊക്കെ പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല. കണ്ടോ, അതും ചേച്ചിയുടെ ബുദ്ധിയുടെ രീതിയാ. ഒന്നും മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുക. ചേച്ചി, സതി ചേച്ചി എന്നോട് വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞു. അയ്യോ അത് കഷ്ടമാണല്ലോ. ലത ചേച്ചി പറഞ്ഞതൊക്കെ സതി ചേച്ചി വിശ്വസിച്ചു. അയ്യോ അതും കഷ്ടമാണല്ലോ. ഞങ്ങളെ കഷ്ടപ്പെടുത്തില്ലേ ചേച്ചി, അപേക്ഷയാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളെ ഇവിടെ തന്നെ നിർത്തണം. കൊത്തിയ വിഷം തിരിച്ചെടുക്കണം. അത് ശരി, ഞാനപ്പോ വിഷമാണെന്നാ? അയ്യോ അങ്ങനെയല്ല, ഞാനൊരു അലങ്കാരം പോലെ പറഞ്ഞതാ. എന്ത് വേണേലും ചെയ്യാൻ ചേച്ചി. ഈ കുട്ടിയുടെ ഒരു കാര്യം, എപ്പോഴും ഉറക്കം. എപ്പോഴും ഉറങ്ങിയാലേ ആൾക്കാർ കണ്ട ജോലിന് പിരിച്ചുവിടും. മോളെ ഞാൻ പിന്നെ ഉണർത്തല്ലേ ഉണർത്തല്ലേ. ഉറക്കത്തിലാണ് ഇങ്ങനെ രഹസ്യങ്ങൾ കിട്ടുന്നേ. ഒരു പ്രത്യേക ടോണിൽ വിളിക്കണം, അപ്പൊ മനസ്സുണരും. പിന്നെ രഹസ്യങ്ങൾ ഇങ്ങനെ പറയും. ഞാൻ വിളിക്കാം, മാറി. ചേച്ചി കുട്ടി, ചേച്ചി കുട്ടി. എന്നാലും സതിക്കുഞ്ഞെ, അമ്മാവന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞത് ശരിയായി. തലമണ്ട അടിച്ചു പൊട്ടിച്ച് ചത്തില്ലെങ്കിൽ ആകാരത്തിൽ പാഷാണം കലക്കി കൊടുക്കാന്നല്ലേ പറഞ്ഞത്. കഷ്ടമുണ്ട് കുഞ്ഞെ. ഞാൻ ഉറങ്ങിപ്പോയി കുഞ്ഞെ. കുട്ടി ഇപ്പൊ ഉറങ്ങിയത് കൊണ്ട് പലതും അറിയാൻ പറ്റി. ഞാനെന്ത് പറഞ്ഞു? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല എപ്പോഴാ ഞാൻ അമ്മാവന്റെ തലയടിച്ച് പൊട്ടിക്കുന്ന് പറഞ്ഞേ? ഇന്ന് രാവിലെ. അതോ ഇന്നലെയോ? കുഞ്ഞനോട് പറഞ്ഞില്ലേ? എന്നാലും എന്റെ സതിമോളെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രായത്തിന് മൂത്തൊന്നും ഞാൻ നോക്കത്തില്ല. എപ്പോഴാ പറഞ്ഞത്? അമ്മാവനെ കൊല്ലുന്ന് പറഞ്ഞോ? പറഞ്ഞോ? അപ്പൊ കുഞ്ഞ് എന്നോട് പറഞ്ഞില്ലേ
അപ്പോ തോന്നിയതായിരിക്കും. മനസ്സിൽ ഓരോരോ തോന്നലുകൾ വരും. അപ്പോ ഞാനതങ്ങ് ചുമ്മാ വിളിച്ചു പറയും. അമ്മാവ സതികുഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. വയസ്സുകാലത്ത് ഓരോന്നങ്ങ് തോന്നും. യഥാർത്ഥത്തിലുള്ളതാണോ എന്നൊന്നും അറിയില്ല. അയ്യോ എന്റെ കഷ്ടം. മാറമ്മാവ അങ്ങോട്ട്. ശ്ശോ, എന്തോ പറയാനാന്ന് പറയേ. ഈശ്വര, ആ ശകുന്തളയെ കുറിച്ചും ഇങ്ങനെ കെട്ടിച്ചമച്ച് പറഞ്ഞതായിരിക്കുവോ? പാവം, ഞാൻ അവളെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഹോ, അതെ അതെ, എന്നോട് ക്ഷമിക്കൂ ശകുന്തളെ, പ്ലീസ്. ഞാൻ അവിവേകമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കണം ശകുന്തളെ. അല്ല അപ്പോ എല്ലാ ലേച്ചച്ചിയുടെ തോന്നലുകളായിരുന്നു. ഉറക്കത്ത് തുറന്ന് ഉറക്കപ്പിച്ച് പറയും. അങ്ങനെ പറഞ്ഞു പോയതാ. ഞാൻ ആകെ തെറ്റിദ്ധരിച്ചേ. ക്ഷമിച്ചു എന്ന് പറ ശകുന്തളെ. ചേച്ചി വിഷമിക്കാതെ, ഞാൻ ക്ഷമിച്ചു, സത്യമായിട്ടും ക്ഷമിച്ചു. ശരി, വാ. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായല്ലോ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അത്താഴമല്ല, ജീവിതമേ മുടങ്ങും. ആ. എന്ന് മാത്രമല്ല, രാജവെമ്പാലയ്ക്ക് സാധിക്കാത്തത് നീർക്കോലിക്ക് സാധിക്കും. സർക്കാരില് ഡയറക്ടർമാർ വിചാരിച്ചാ നടക്കാത്ത കാര്യങ്ങള് പിയൂൺ വിചാരിച്ചാ നടക്കും. DGP-യേക്കാൾ ഉപകാരം SIയെ കൊണ്ടായിരിക്കും നമുക്കുണ്ടാകുന്നത്. അല്ല, ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനൊരു ബുദ്ധി തോന്നിയത്? അതായത് പഞ്ചതന്ത്രം കഥയില് ഇങ്ങനെ ഒരു കഥയുണ്ട്. മന്ത്രി തൂപ്പുകാരനോട് ഉടക്കി. മന്ത്രിയെ പുറത്തു ചാടിക്കാൻ വേണ്ടി ഈ ടെക്നിക്കാണ് രാജ്ഞി രാജാവും കൂടി എടുത്തുട്ടത്. ആണോ? മന്ത്രി അവസാനം തൂപ്പുകാരന്റെ കാല് പിടിക്കേണ്ടി വന്നു. അതുകൊണ്ട് മക്കളെ, എപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം. ഏത് കാര്യത്തിലും അവനവന്റെ രീതിയിൽ കുറച്ച് കഴിവുകൾ കയ്യിലുണ്ടായിരിക്കണം. എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചേക്കണം കേട്ടാ. മനസ്സിലായി ചേച്ചി. എന്താ വീട് കിടക്കുന്നത്? ഞാൻ വിചാരിച്ചു ലീലാവ് ചേച്ചി ആഹാന്ന് പറഞ്ഞ് പാടിയതായിരിക്കും. രാഗ ഉച്ചസ്ഥായിലെത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞങ്ങള് പോവാം. ആദ്യം മോള് പോവും. അതന്നെ, പയ്യെ പോ. എഴുന്നേറ്റ് പോ. ബക്കറ്റ് എടുത്തോ, പോ. ഞാൻ പിടിക്കാൻ ചേച്ചി. വേണ്ട വേണ്ട, ഒന്നുമില്ല, ഞാൻ ഓക്കെയാ. എന്താ പയ്യെ പോ. പയ്യെ എഴുന്നേര്. സൂക്ഷിച്ച്. പയ്യെ ബക്കറ്റ് എടുത്തോളാം. പയ്യെ പയ്യെ. സ്ലോലി സ്ലോലി. ഓ, പയ്യെ പോട്ടെ. കാലായതുകൊണ്ട് കുഴപ്പമില്ല. തല എങ്ങാണായിരുന്നെങ്കില. പയ്യെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നരേന്ദ്ര സാറിനെ വിവരം അറിയിക്കട്ടാ. ഒന്നും വേണ്ട. സൂടന് ശാരദ എവിടാ? അവര് നാളെ വരുന്ന് പോയിരിക്കാം. നാളെ വരൂ. വേദനയുണ്ടോ? വേദനയുണ്ടോന്ന്? നമ്പരൊന്നും വേണ്ട ചേച്ചി. സാധാരണ ഇങ്ങനെ ഈ വീണതിനേക്കാളും വേദന വീണതാരെങ്കിലും കണ്ടോ എന്നുള്ള കാര്യത്തില്ല. ഹോസ്പിറ്റലിൽ പോണോ? യു വാണ്ട് ടു ഗോ ഹോസ്പിറ്റൽ? പിന്നെ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലൊക്കെ നാട്ടിൽ മെനഞ്ഞാന്ന് വന്നതാ. നാട്ടുവൈദ്യത്തിന്റെ മുമ്പ് ഇംഗ്ലീഷ് മരുന്ന് സല്യൂട്ട് അടിച്ചു നിൽക്കും. എനിക്കൊരു കുഴപ്പമില്ല. കാലിന് ചെറിയൊരു വേദന, ഈ മസിൽ പെയിൻ ഒക്കെ പോലെ. അത്രേ ഉള്ളോ? ഇവിടെ പച്ചമുട്ട ഉണ്ടോ? പച്ചമുട്ട, അതും കുറച്ച് കുരുമുളക് പൊടിയും. അതെന്തിന് പച്ചമുട്ട? ഒരൊറ്റമൂലിയുണ്ട്. ഓ ഓ, ഒറ്റ പ്രാവശ്യം സേവിച്ചാ മതി. കാല് വെട്ടിയെടുത്താലും വേദന അറിയത്തില്ല. മുട്ട അടുക്കളയിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അമ്മാവ് മരുന്ന് തയ്യാറാക്കുമ്പോഴേക്ക് ചേച്ചി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ. അയ്യോ, വരണം, നടക്കണം. കാലനക്കാതെ വെച്ചോണ്ടിരുന്ന നീരടിക്കും. വാ, നടക്ക്, വാ. എന്ത് ചേച്ചി, ഈ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അസുഖങ്ങൾ മാറട്ടെന്ന്. നടക്ക്. നിങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഞാൻ അകത്ത് പോയി മരുന്നുണ്ടാക്കി ഡമനേ നിങ്ങൾ വരാം. പോയിട്ട് വാ. സ്ലോലി സ്ലോലി. പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. ഞാൻ സഹായിക്കാം. ഇങ്ങനെ നടന്നാ പോരാ, കാല് കുറച്ചുകൂടെ നീട്ടി നടക്കണം. നടന്നേ.
ആ. കാലനങ്ങിയ വേദന കൂടുകയല്ലേ ഉള്ളൂ. അതൊക്കെ തെറ്റായ ധാരണയാണ്. പണ്ട് എന്റെ വല്യമ്മാവ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കാൽ ഉളുക്കുമ്പോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നടന്നാൽ മതി ഉളുക്ക് മാറുമെന്ന്. എനിക്ക് അനുഭവം ഉള്ളതാണ്, അനുഭവം. അങ്ങനെ നടന്നേ. പക്ഷെ വേദന കൂടുന്നു. ആണോ? നോ നോ പ്രോബ്ലം. വേദന പോവോ? സോറി, വേദന പോകും. ഓ, ഈ വേദന എങ്ങനെ വേണമെങ്കിലും സഹിക്കാം. ഇംഗ്ലീഷാണ് സഹിക്കാൻ വയ്യാത്തത്. ഇങ്ങോട്ട് ഇരുന്നോ ചേച്ചി. ദാ ഇവിടെ എനിക്കിനി ഇരുന്നോ. നടക്കാൻ വയ്യ. ഇരിക്ക്. ഇരുന്നോ ഇരുന്നോ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നടക്കാവേ. വേണ്ട വേണ്ട. അയ്യോ അയ്യോ, കറക്റ്റ് പാകം. ആ. അതെ, ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല. കുറച്ചുനേരം കൂടെ നടക്കണം. അയ്യോ അത് വേണ്ട. പിന്നെ വേണം. ഒന്ന് എണ്ണിച്ചാ, ഒന്ന് നടന്നേ. നല്ല വയ്യ എണ്ണിച്ചാ. അങ്ങോട്ട് നടന്നേ. നല്ല സ്ട്രെച്ച് ചെയ്ത് നടന്നേ. അയ്യോ സ്ട്രെച്ച് ചെയ്യാൻ എനിക്ക് കാല് പൊങ്ങണ്ടേ. അതൊന്നും സാരമില്ല. അങ്ങോട്ട് നടന്നേ. ആ, അങ്ങനെ. അയ്യോ, ഇത്രയും നടക്കാൻ പാടില്ല. ഓ, ചെറിയൊരു അനക്കം, അത്രേ പാടില്ല. അതെ, പഠിപ്പിക്കല്ലേ, ഓടിക്കാൻ നടത്താൻ പഠിപ്പിക്കല്ലേ. പാരമ്പര്യമായിട്ട് 1-2 വൈദ്യന്മാരുണ്ടായിരുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഉപദേശിക്കാൻ നിക്കല്ലേ കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഡിസൈഡ് അല്ല, പിന്നെ എന്നെ പഠിപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞു. അയ്യോ നല്ല വേദന. എനിക്ക് വയ്യ. സർവ്വവേദനയും മാറും. ദേ, ഈ മരുന്ന് ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചാ മതി. അയ്യോ അല്ല ഇതെന്താ? ദേ, പറഞ്ഞതുപോലെ അനുസരിക്കണം. കുടിക്കേ. ശരീരത്തിന്റെ വേദന ഉള്ളിന്ന് വരുന്നതാ. അത് മാറ്റാനായി മരുന്ന്. കുടിക്കേ. കുടിച്ചോ. ശ്ശോ. കുടിച്ചോ. ദേ, മൂക്കയിൽ ഇങ്ങനെ പിടിച്ച ഒറ്റ വലി അങ്ങ് വലി. കുരുമുളക് പൊടി, മുട്ട, ഇഞ്ചിച്ചാറ് ബെസ്റ്റാ. ആ, ഫസ്റ്റ് മുട്ട ഇഞ്ചിച്ചാറും തമ്മിൽ ചേരത്തില്ല. വിരുദ്ധമാണ്, വിരുദ്ധം. ആര് പറഞ്ഞേ? പ്രത്യേകിച്ച് ആര് പറയാൻ? ലോകത്തുള്ള സകലമാന പേർക്കും അറിയാതെ. എങ്ങനുണ്ട്? കൊണ്ടുപോയി കിടത്തോ. ഇതെന്താ മരുന്നായി കൊടുത്തത്? വിഷമാണെന്നോ എന്തോ. സൂക്ഷിച്ച്. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. നീ എന്തോന്ന് പറഞ്ഞെന്ന്? എടാ, നീ എന്തോന്ന് പറഞ്ഞെന്ന്? എന്ത് പറയണം? ഇതേ ഛർദിലേ ഉള്ളിന്ന് വരുന്ന വേദനയും ദുഷ്ടും പുറത്തു കളയുന്നതാ. ആ. അയ്യോ, ആ ലീലാവ് ചേച്ചി ഛർദിച്ച് കുടലൊക്കെ വായി വരുമെന്നാണ് തോന്നുന്നത്. ആഹാ, പിന്നെ അന്ന് ഞാൻ ഈ മരുന്ന് കൊടുപ്പ് അവസാനിപ്പിച്ചു. അതാ നല്ലത്. ഓ, അയ്യോ. അയ്യോ കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. നല്ല ക്ഷീണം. അമ്മ കാലിന്റെ വേദനയും കൂടി. അല്ല, ഛർദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഛർദിച്ചല്ലോ. അല്ല, ഒരു കണക്കിന് ഛർദിച്ചത് നല്ല ലക്ഷണമാണ്. ആ, അതുപോലെയാണ്. ഈ വേദന എടുക്കുമ്പോൾ നടക്കുന്നത് നല്ലതാണ്. ഈ പ്രതിരോധ ശക്തി അങ്ങ് കൂടും. അയ്യോ, ചേച്ചിക്ക് ഭയങ്കര പെയിൻ എടുത്തിട്ട് കിടക്കുവാ. ആണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനും അതാണ് ആലോചിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്ന് വാ. വാ. കണ്ട കണ്ട ഞാൻ എന്താ മോളെ? പറഞ്ഞില്ലേ? എന്ത് പറ്റി? നല്ല ക്ഷീണം തോന്നുന്നുണ്ടോ? ആദ്യം ഇത്രയും വേദന ഇല്ലായിരുന്നു. ഔ. ആ, ഒരു മരുന്നുണ്ട്. നല്ലൊരു മരുന്നുണ്ട്. എന്ത് മരുന്ന്? അടുക്കള നെയ്യിൽ പോണ്ടോ? അതെന്തോ. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. അല്ല, ഇതത്രയ്ക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാലിലൊരു തുണി ചുറ്റി ഭിത്തി പിടിച്ച് ചുമ്മാ അങ്ങ് നടന്നാ മതി. നല്ല മരുന്നാണ്. കുഞ്ഞുനാളി ഞാനേ പിച്ച വെച്ച് നടക്കുമ്പോ ഇങ്ങനെ ആയിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല മരുന്നാണ്. വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് ഞാനൊരു നല്ല മരുന്നുണ്ടാക്കി തരാം. എന്തിനാ തുണി ചുറ്റി പിടിച്ചങ്ങ് നടന്നാ പോലെ? അതല്ലേ നെയ്യ് നല്ലത്. നല്ലതാണെന്ന്. ഇയാളെന്തുവാ പറയുന്നത്? എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവോ? ഓ, എന്റെ അമ്മ ഒരു കാർ വിളിക്കണം. അല്ല, ഈ നെയ്യ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ പിന്നെ പോവാ. നിന്ന് വായ അടിക്കാൻ പോ. അല്ല, നെയ്യ് നല്ലതാന്ന്. പോ. അയ്യോ അല്ല, എന്നെ നെയ്യ് വേണ്ട, ഞാൻ- എന്നെ പോ. വേണ്ട. ആ, പോ. മുട്ടയും കുരുമുളകും. അതിനേക്കാളും നല്ലത് വെള്ള തുണി ഇട്ടിട്ട് ഭിത്തി പിടിച്ചിങ്ങനെ മെല്ലെ അങ്ങോട്ട്. വേണ്ട, എനിക്ക് വേണ്ട. സ്ലോലി ആ. സ്ലോലി. ആ, പയ്യ. ഞങ്ങളിവിടെ വരാം. അയ്യോ, നോ നോ താങ്ക്സ്. ഞാൻ പോയിക്കോളാം. നിങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. യെസ്, ദാറ്റ് ഈസ് ഗുഡ്. ഞാൻ ചില മരുന്നുകളൊക്കെ റെഡിയാക്കി വെക്കാം. ആരെ കൊല്ലാൻ? തന്നിടത്തോളം മതി. അതെ, കേറ്. ശരി മോളെ. ആശുപത്രി ചെന്നാലും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. ശരി എന്നാ, ഞങ്ങള് പോയിട്ട് വരാം. പോട്ടെ, 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 പോട്ടെ. ആ. ടാറ്റാ. ടാറ്റ പറ. അവരെന്താ ഗൾഫിൽ പോന്ന? ഞാൻ ചില മരുന്നുകളൊക്കെ റെഡിയാക്കി മുട്ടയുടെ വെക്കാം. കാര്യം പറഞ്ഞാൽ ആ. അടിക്കും ഞാൻ. ആ.
ദാ ഇവിടെ, ഇവിടെ, ഇവിടെ. അത് മതി. വാ മോളെ, വാ. ഒന്ന് മാറി അങ്ങോട്ട് മാറി. ആ പിന്നെ ലീലാവതി, ഞാനൊരു പ്രത്യേക തരം നെയ്ക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ തുണി കിട്ടി നടക്കാനുള്ളൊരു സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്.